ഇപ്പോൾ കാട്ടായിക്കുളം കൗൺസിലർ ഒരു വിഷയം ഉന്നയിച്ചു. അവർക്ക് കുറച്ച് നേരത്തെ പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ തന്നെ മറുപടി പറഞ്ഞിരിക്കാം. അതായത് ഇപ്പോൾ കുടിവെള്ള പ്രശ്നത്തിൽ നമ്മൾ നാളെ മീറ്റിംഗ് തീരുമാനിച്ചു. ഈ തെരുവുനായി പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ പൂച്ചയ്ക്കാര് മണികെട്ടും എന്നുള്ളൊരു ചോദ്യം നിൽക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൽ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ പൂച്ചയ്ക്ക് മണികെട്ടാൻ തീരുമാനിച്ചു എന്നുള്ള കാര്യം ഞാൻ ഔദ്യോഗികമായിട്ട് മേയർ അറിയിക്കുകയാണ്. തീരുമാനിച്ചു എന്നല്ല, പൂച്ചയ്ക്ക് മണി കെട്ടി. നമ്മൾ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ ഒരുമിച്ച് നടത്തിയ ചില പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഇന്നലെ വൈകുന്നേരം കൊണ്ട് നമ്മുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും പിടിച്ച 50 തെരുവ് നായ്ക്കളെ നമ്മൾ പൂവാറിലുള്ള ഒരു ഷെൽട്ടറിലേക്ക് മാറ്റി. ആ തെരുവ് നായ്ക്കളെ മാറ്റുന്നതിന് മുൻപ് കോർപ്പറേഷൻ സെക്രട്ടറിയും ഡെപ്യൂട്ടി മേയറും ഉൾപ്പെടെ വിവിധ ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്ത ഒരു യോഗം നടത്തിയിരുന്നു. അതിൽ നായ്ക്കളെ വളർത്തുന്ന വിവിധ സംഘടനകളെ 4 സംഘടനകൾ പങ്കെടുത്തിരുന്നു. അവിടെ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അനിമൽ വെൽഫെയർ ബോർഡിന്റെ ചുമതലപ്പെട്ടവർ നായ്ക്കളെ പാർപ്പിക്കാൻ തയ്യാറായ ഷെൽട്ടറുകൾ സന്ദർശിക്കുവാനും അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി വിവരങ്ങൾ നൽകുവാനും തീരുമാനിച്ചു. അങ്ങനെ അവർ ഇപ്പോൾ അടിയന്തരമായി കുറച്ച് നായ്ക്കളെ പാർപ്പിക്കാൻ തയ്യാറായ നോട്ടി പെറ്റ്സ് പൂവാറിലുള്ള അവർക്ക് അടിയന്തരമായിട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട നായ്ക്കളെ കൊടുക്കുവാൻ വേണ്ടി അന്നത്തെ യോഗം തീരുമാനമെടുത്തു. അതിന്റെ മിനിറ്റ്സ് ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഉദ്യോഗസ്ഥർ അവിടെ സന്ദർശിക്കുകയും അവിടുത്തെ സ്ഥിതിഗതികൾ തൃപ്തികരമെന്ന് വിലയിരുത്തുകയും ചെയ്തു. 137 നായ്ക്കൾ കഴിഞ്ഞ 8 വർഷമായിട്ട് അവിടെ അവർ വളർത്തുന്നുണ്ട്. 8 വർഷമായിട്ട് 137 ഇല്ല, ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇപ്പം 137 നായ്ക്കളുണ്ട്. അതിന്റെ ഹെൽത്ത് കണ്ടീഷനൊക്കെ കറക്റ്റാണ്. നമ്മുടെ ഡോക്ടർമാരും അത് വിലയിരുത്തി, നമ്മുടെ ഡോക്ടറും. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പേരൂർക്കട മെന്റൽ ഹോസ്പിറ്റൽ ഭാഗത്തു നിന്ന് പിടിച്ച 9 നായ്ക്കൾ, ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് 5, മെഡിക്കൽ കോളേജിൽ നിന്ന് 3, യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നുള്ള 2, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള 11, കൊച്ചുവേലി റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള 3, കരിക്കൽ ടെമ്പിളിന്റെ ഭാഗത്തു നിന്നുള്ള ഹൈവേ സൈഡിൽ നിന്നുള്ള 1, വട്ടിയൂർക്കാവ് പോളിടെക്നിക് കോളേജിൽ നിന്നുള്ള 4, വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് 5, ശ്രീകാര്യം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് 4, കഴക്കൂട്ടം ഹൈവേ സൈഡിൽ നിന്ന് 3, അങ്ങനെ 50 നായ്ക്കളെ, ഇത്രയും സ്ഥലങ്ങളിൽ നിന്ന് പിടിച്ച 50 നായ്ക്കളെ ABC ചെയ്ത് വാക്സിൻ കൊടുത്ത് അതിന് ടിക് ഫീവർ, അതായത് ചെള്ളു പനിയെന്ന് മലയാളത്തിൽ പറയും, അതിനുള്ള മരുന്നും കൊടുത്തതിന് നിരീക്ഷണം നടത്തിയതിനു ശേഷം പല ദിവസങ്ങളിലായി ഇന്നലെ വൈകുന്നേരം കൊണ്ട് 50 നായ്ക്കളെ നമ്മുടെ ബെൽറ്റെല്ലാം ധരിപ്പിച്ച്